ഈ ആളുകൾക്ക് അവധി ദിവസങ്ങളിലും വൈകിട്ടും പുറത്തു പോകാൻ സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി ആയിട്ട് പോകാൻ ഒരു ചങ്കുമുഖത്തൊക്കെ എന്തോ ആളറിയാം. കൊല്ലം ബീച്ചിലൊക്കെ ആള് ഭയങ്കര തിരക്കാണ്, ഭയങ്കര അണ്ടശ്ശേരിയിലൊക്കെ ഭയങ്കരമാണ്. ഇപ്പോൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കും. ബേക്കറി ഫുഡ് കഴിച്ച് പഠിക്കരുത്, മുടിഞ്ഞു പോകും എന്ന് പറയുക. കറക്റ്റാ സംഗതി പറയാം. അനീഷേ ഒന്നും ഉണ്ടാകോ? ഡോറടച്ചാലേ പറ്റുള്ളൂ. ഒന്ന് പുറത്തേ നോക്കാൻ മതി, ഒന്ന് പുറത്തേ നോക്കാൻ മതി, ഒന്ന് പുറത്തേ നോക്കോ, ഒന്ന് പുറത്തേ നോക്കോ, ഒന്ന് പുറത്തേ നോക്കോ. ഇറങ്ങട്ടെ പ്ലീസ്. അവിടെ മറ്റേ മഹാവോയേജിൻ്റെ വണ്ടി കിടക്കുന്നു. സ്കാൻ ചെയ്ത് അവർ കൊണ്ടുപോയി. നമ്മളിപ്പോൾ ഡെമറേജ് ചാർജ് ചെയ്തിട്ടുണ്ട്, ആർബിട്രേഷൻ കിട്ടി. നേരത്തെ അവരുടെ വണ്ടി എടുത്തിരുന്നു, ലീസ് സ്കാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് KSRTC അതാണ് ഫോട്ടോ എടുക്കുന്നത്. അവർ കൊണ്ടുപോയില്ല, അവരെടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകും. അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളതുണ്ട്. വെളിയിൽ ആപ്പിളത്തേക്ക് വെളിയിലേക്ക് പോകാനാണ് ഈ ആഫ്രിക്കൻ പായൽ നല്ല വളമല്ലേ, മതിലിനപ്പുറത്താണ്. ഇതിൻ്റെ അപ്പുറത്താണ്. കാണാൻ പറ്റുമോ? ഉല്ലാസമായിട്ട് കാണാൻ പറ്റുമോ? അപ്പുറത്തെ തോട് കരടല്ലേ? അപ്പം നമുക്കത് ഊഹിക്കാവുന്നുണ്ട്. പഠിച്ചു വളർന്ന എനിക്കതിനെ പറ്റി ഊഹിക്കാം. ഇൻഡോസൈറ്റ് ടെർമിനലും ഈ ഓബ്ജക്റ്റുകൾ കൊടുത്തിരിക്കുന്ന ആപ്പിളൊക്കെ ബഡ്ജറ്റുകൾ ചെയ്യണം. ഇതാണ് നമ്മൾക്ക് കുറച്ച് മനസ്സിനെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് ഈ ഭാഗം ഒന്ന് റെഡ് ചെയ്ത് കിട്ടിയാലും മതി. അത്ര മതി, കുറച്ച് ദൂരം ഒരു ഷട്ടർ വല്ലതും
വെച്ചിട്ട് ഈ പായൽ കയറി ലുലു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പുറത്ത് കായലായി. കായലായി നമുക്ക് പോകാനായിട്ട് പറ്റും. ടൂറിസം മിനിസ്റ്ററോട് ഒരു ദിവസം നമുക്ക് മീറ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടായാലും അവിടെ ബ്രേക്ക് വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇത് അവിടുത്തെ ബോട്ട് സർവീസ് തന്നെ ഇവിടം വരെ വന്നു പോയാലും മതി. നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ വെളിയിലോട്ട് പോകാം. ഇവിടെ ഇറങ്ങിയിട്ട് വെളിയിൽ പോകുന്ന ഈ ആളുകൾക്ക് അവധി ദിവസങ്ങളിലും വൈകിട്ടും പുറത്തു പോകാൻ സന്തോഷമാണ്. ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി ആയിട്ട് പോകാൻ. ഒരു ചങ്കുമുഖത്തൊക്കെ എന്തോ ആളെന്നറിയാം. കൊല്ലം ബീച്ചിലൊക്കെ ആള് ഭയങ്കര തിരക്കാണ്. ഭയങ്കര കണ്ടശ്ശേരിയിലൊക്കെ ഭയങ്കര ആളാണ്. പിന്നെ ഒന്ന് പുറത്തിറങ്ങാൻ ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. പണ്ടൊരു ചൊല്ലുണ്ട്, ബേക്കറി കഴിച്ചാൽ മുടിഞ്ഞു പോകുന്ന. അച്ഛൻ പറയുമായിരുന്നു, ബേക്കറി ഫുഡ് കഴിച്ച് പഠിക്കരുത്, മുടിഞ്ഞു പോകും എന്ന് പറയുക. കറക്റ്റാ സംഗതി. അച്ഛൻ പറയുന്നത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു കൾച്ചർ അങ്ങനെ. വാഗമണിലൊക്കെ എന്തോ ഒരാളാണ് വരുന്നത്. എറണാകുളത്ത് സ്ഥലം ഒരു വഴി കൊടുക്കാൻ വലിയ പ്രശ്നം. ഇങ്ങനെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് തീർത്ത് പറഞ്ഞു. അത് എന്തുകൊണ്ടെങ്കിൽ പ്ലോട്ട് പോയി ഇവിടെ നേരത്തെ ഇവിടെ കൊടുത്ത് അതിന്റെ നടുക്കൊരു വഴി. അപ്പൊ അതിന് ആ പ്ലോട്ടൊന്നും കൊടുക്കുന്നില്ല. നല്ല ചതുര പ്ലോട്ടല്ലേ. അതിങ്ങനെ ചതുരത്തിൽ കിടക്കാൻ അത് പോയാൽ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നടുക്കൂടെ ഒരു വഴി പാമ്പ് കുടഞ്ഞു പോകുന്നത്. അവൻ ഇങ്ങനൊരു സെൻസ് ഇല്ല. അവരെയാണ് അവർ സമ്മതിക്കുക എന്നുള്ളതില്ലെങ്കിൽ മിനിമം വെക്കുമ്പോൾ പിന്നെ മാത്രമല്ല അവർക്കൊരു വളമുണ്ട്. അല്ലാതെ ഇപ്പോഴീ പറയുന്ന ഈ പ്രൈവറ്റ് ബസ്സിന് അപ്പുറത്തൊരു ടെർമിനലുണ്ട്. റെയിൽവേ സ്റ്റേഷൻ മെട്രോയുണ്ട്. ആകെ ഒരു കണക്ഷൻ കിട്ടുന്ന അവിടെ മാത്രമേ അതെ ഈ മെട്രോയിൽ. ഇപ്പം പ്രൈവറ്റ് ബസ്സിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തോട്ട് വരുന്നില്ല. നേരെ ജോസ് ജംഗ്ഷൻ വഴി അതൊരു നേരെ മെയിൻ റോഡിൽ കൂടെ അവരെ റോഡ് കൂടെ ഇതെല്ലാം പുതിയ ഒന്നാം വണ്ടിയാണ്. ഇതെല്ലാം രജിസ്ട്രേഷനായി കിടക്കുക. നിയമനം കിട്ടുമെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ പിന്നെ തദ്ദേശ ടൂറിസം ഓപ്പറേഷൻ ഇത് ടൂറിസത്തിൽ ഓപ്പറേറ്റ് താരിഫും അതനുസരിച്ച് തീരുമാനിച്ചു ഇവിടെ ഓടിക്കണം. പൈസ ആണോ ബ്രാൻഡ് പിന്നെ മൈക്ക് എത്ര മൈക്ക് കാണാൻ പോയെന്ന്. ഇതുകൊണ്ട് നമ്മൾ ബസ്സിനുള്ള വേഗത്തെ തയ്യാറാക്കിയിട്ട് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മടക്കുന്ന വരുന്ന വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്യാൻ ഒത്തിരി സമയം ഇതിനൊരു അണ്ടർപാസ് കൂടെ എങ്ങനെ ചെയ്ത് പറഞ്ഞ് മോളിൽ കണ്ടുപോകാൻ നല്ല രസമായിരിക്കും. നല്ല രസം. ഞാനത് വീട്ടിലേക്ക് വരുന്നു കണ്ടുകൊണ്ട് ഇതിൻ്റെ അടുത്ത് മരത്തെ കവടിയാർ റോഡിലോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ വൈകിട്ട് ഈ നൈറ്റ് റൈഡ് മാനവീയത്തിൽ വെച്ചത് LED സ്ട്രിപ്പ് അല്ല അതൊരു വെളിച്ചം. ഞാൻ പറഞ്ഞതാണ്. ബോർഡറിൽ അപ്പോൾ ഒരു LED ലൈറ്റ് ഇരിക്കുന്ന ആളുകളെ ഈ റിട്രാക്റ്റബിൾ റൂഫ് കൂടെ ഇരിക്കുന്ന ആൾക്കാരെ അതൊക്കെ നമ്മളൊന്നും ചെയ്യണമെന്ന് റൂഫ് 2-3 പീസായിട്ട് ചെയ്താലേ മതി. ഒറ്റ പീസായിട്ട് നിൽക്കും. വേണ്ട ഇല്ല ഒരു വണ്ടിയും അത് ഇതിലല്ലേ നമ്മൾ അതിലെ പോയിട്ട് വന്നേ. ഇതും കൂടെ കയറി മേളിൽ കയറി ഇറങ്ങി മേളിൽ അങ്ങനെ ഉണ്ടെന്നോ ബാക്ക് വരും.